അതിരൂപതയിൽ ഏകദേശം 300 ഒരുമിച്ച് കൂടി ഇവിടുത്തെ പാമ്പ്ലാനിയുമായിട്ട് ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആ പ്രശ്നങ്ങൾ ഇന്ന് ഭാര്യമായിട്ടുള്ള വിഷയം എന്നതിനേക്കാൾ ഇപ്പോൾ എനിക്ക് മുൻപുള്ള അഡ്മിനിസ്ട്രേറ്റർ മാർക്കോസ് മുത്തു നിയമിച്ച ഈ കൂലിയ, ഞങ്ങൾ അവരെ ക്രിമിനൽ കൂലി എന്നാണ് വിളിക്കുന്നത്. കാരണം അത്രമാത്രം അതിക്രമങ്ങൾ ഈ അതിരൂപതയിൽ അവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അതിരൂപതയിലെ കൂലിയെ മാറ്റാമെന്ന ജനുവരി 11-ാം തീയതി വളരെ കൃത്യമായിട്ട് ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്ത ഞങ്ങൾക്ക് വാക്ക് തന്നതായിരുന്നു. ആ ജനുവരി 11 പോയിട്ട് ഇപ്പോൾ മെയ് മാസം 22-ാം തീയതി ആയിട്ടും ഈ കൂലിയെ മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കൂലിയ ഈ അതിരൂപതയിലെ മിക്ക ഇടവകകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആവശ്യമില്ലാത്ത ഇടപെടലുകൾ വഴി ഇടവകകളിലെ സമാധാനം തകർക്കുന്നു. അപ്പോൾ ഇന്നലെ 300ഓളം വൈദികർ അഭിവന്ദിയ ജോസഫ് പാമ്പ്ലാനി പിതാവിനോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഈ കൂലിയെ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണം. കാരണം ഇവർ ഈ MTNS തുടങ്ങിയ ചില വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ സംഘടനകളുമായിട്ട് ഒത്തുചേർന്ന് രാത്രി മുതൽ ഇനി അങ്ങോട്ട് ക്രിമിനൽ കൂലിയയെ പിരിച്ചുവിടാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന മട്ടിലൂടെ ഇരുന്നപ്പോൾ പാമ്പ്ലാനി പിതാവും മറ്റു ചില ബിഷപ്പുമാരുടെയൊക്കെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കൂലിയെന്ന് കൃത്യമായി പറഞ്ഞാൽ മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്.